ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ സിമ്പിൾ നൈറ്റിയാണ്. ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൈറ്റി ബിറ്റാണ് എടുത്തേക്കുന്നത്. 3 മീറ്റർ ഫാബ്രിക് ഉണ്ട്, 34 ഇഞ്ച് വിഡ്ത്ത് ഉള്ളത്. അതിനൊപ്പം കുറച്ച് ബയാ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഓണം സ്പെഷ്യൽ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫാബ്രിക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ വീതി ഭാഗം കൊണ്ട് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് ലെവലാക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തത്തിൽ 4 വേണം ഫാബ്രിക് ഫോൾഡ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഫാബ്രിക് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫോൾഡാണ്, അതേപോലെ നമ്മുടെ സൈഡിലോട്ടുള്ളതും ഫോൾഡാണ്. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ മുകളിൽ നിന്ന് താഴോട്ട് 1 ഇഞ്ച് എടുത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് വരയ്ക്കാം. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് താഴോട്ടാണ് എല്ലാ മെഷർമെൻറ്റ്സും മാർക്ക് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നൈറ്റിയുടെ ലെങ്ത്ത് മാറിക്കാം. അപ്പോൾ ഇവിടെ വേണ്ട ലെങ്ത്ത് 53 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ചേർത്തിട്ട് 54.5 ഇഞ്ചസ് എടുത്തൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് താഴോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് എത്രയാണോ നൈറ്റിക്ക് ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ പോയിൻ്റ് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് വരയ്ക്കാം. ഇനി ആ സീം അലവൻസും കൂടി ഒന്ന് മാർക്ക് ചെയ്യുവാണ്. 1.5 ഇഞ്ചസ് ആണ് താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അതും ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഫാബ്രിക് അങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിൽ ഷോൾഡറും നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. 7.5 ഇഞ്ചസ് ആണ് ഷോൾഡർ എടുത്തേക്കുന്നത്. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചസ് ആണ് നെക്ക് വിഡ്ത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്തത് ഷോൾഡറും രണ്ടാമത് മാർക്ക് ചെയ്തേക്കുന്നത് നെക്ക് വിഡ്ത്തുമാണ്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യണം. ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് ഒരു 1/2 ഇഞ്ച് എടുത്തൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എത്രയായിരുന്നോ ഷോൾഡറിൻ്റെ അളവെടുത്തത് അത്രയും തന്നെയാണ് ആം ഹോളായിട്ട് മാർക്ക് ചെയ്യുന്നത്. അതായത് 7.5 ഇഞ്ചസ്. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് നെക്ക് വിഡ്ത്തുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എത്രയാണ് ചെസ്റ്റ് റൗണ്ട് എന്നുള്ളത് ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ഇവിടെ ഒരു 12 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് ലെങ്ത് ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഒരു 14 ഇഞ്ചസ് എടുത്തൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ആ ഭാഗത്ത് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 10 ഇഞ്ചസ് ആണ്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഹിപ്പ് ലെങ്ത് ആണ്. ഷോൾഡറിൽ നിന്ന് താഴോട്ട് 21 ഇഞ്ചസ് എടുത്തിട്ടാണ് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ആ ഭാഗത്ത് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ടിൻ്റെയും ഹിപ്പ് റൗണ്ടിൻ്റെയും മെഷർമെൻറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 12 ഇഞ്ചസ് ആണ് ഹിപ്പ് റൗണ്ടായിട്ടും മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ 12 ഇഞ്ചസ് എടുത്തൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് റൗണ്ടിൻ്റെ പോയിൻറ്റും വേസ്റ്റ് റൗണ്ടിൻ്റെ പോയിൻറ്റും ഹിപ്പ് റൗണ്ടിൻ്റെ പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യണം. ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ചസ് എടുത്തൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലൊന്ന് കർവ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചസ് ആണ്. ഇതേപോലൊരു ബോക്സ് വരച്ചതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് ലൈൻ ബോട്ടം ലൈനുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഹിപ്പ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് എത്രയായിരുന്നോ അതിനെ കാട്ടിയിട്ട് 3 അല്ലെങ്കിൽ 4 ഇഞ്ച് കൂട്ടി വേണം താഴെ മാർക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഹിപ്പ് റൗണ്ട് 12 ഇഞ്ചസ് ആണ്. അപ്പം ബോട്ടം റൗണ്ട് ഞാനിവിടെ ഒരു 14 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ഒരുപാട് ഫ്ലെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റം വരുത്തേണ്ടതാണ്. ഇനി ഈ മാർക്ക് ചെയ്ത ഈ 2 പോയിൻറ്റും കൂടി അങ്ങ് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി ബോട്ടം ലൈൻ ഒന്ന് കർവ് ചെയ്തെടുക്കാം. താഴെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കർവ് ചെയ്യാം. ഇനി താഴെ 1.5 ഇഞ്ച് സീം അലവൻസ് ഉണ്ട്. സൈഡിൽ എത്രയാണോ എക്സ്ട്രാ തയ്യൽ തുമ്പ് വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാം. 1 ഇഞ്ചോ 2 ഇഞ്ചോ എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 1 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ആം ഹോളിൻ്റെ ഭാഗം വരെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കാം.
ആം ഹോളിൻ്റെ ഭാഗത്തും ഷോൾഡറിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തും 1/4 ഇഞ്ച് മാത്രം എക്സ്ട്രാ തയ്യൽ തുമ്പിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കിങ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ബാക്ക് നെക്ക് മാത്രമേ മാർക്ക് ചെയ്തുള്ളൂ. ഫ്രണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് ക്യാൻവാസിലാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ് കൂടി ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. താഴേന്ന് മുകളിലോട്ട് എത്രയാണോ സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ സ്ലീവ് ലെങ്ത്ത് 6.5 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെഷർമെൻറ്റ് ഒന്ന് മെഷർ ചെയ്യാം. നമ്മൾ സീം അലവൻസ് ഇട്ട് വരച്ച ആ ഒരു ലൈൻ്റെ മെഷർമെൻറ്റ് ഇതേപോലെ ടേപ്പ് ചരിച്ച് പിടിച്ച് ഇതേപോലെ മെഷർ ചെയ്തെടുക്കുക. അത് 11.5 ഇഞ്ചസ് ആണ് വന്നത്. ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇത്ര മാത്രമേ ബാക്കി എക്സ്ട്രാ ഉള്ളൂ. അപ്പോൾ ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് വേണേൽ മാർക്ക് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ 11.5 ഇഞ്ച് ഏത് ഭാഗത്താണോ വരുന്നത് അത് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈൻ അങ്ങ് വരയ്ക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ സെൻറ്ററും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കാം. ഈ ഭാഗത്ത് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. 6 ഇഞ്ചസ് ആണ് സ്ലീവ് റൗണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 8 ഇഞ്ചസ് ആണ് സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം ഈ സ്ലീവ് റൗണ്ടിൻ്റെ മാർക്കിങ്ങും ആം ഹോളിൻ്റെ പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പും കൂടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ സ്ലീവ് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ബാക്കി വന്നേക്കുന്ന ഈ ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ബാക്കി വന്നേക്കുന്ന 4 ലെയർ ഫാബ്രിക്കിൽ നിന്നാണ് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള ബയാ സ്ട്രിപ്പും ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സും അതേപോലെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയാ സ്ട്രിപ്സും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഇതേപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ഒരുമിച്ചിട്ട് കട്ട് ചെയ്തു. ഇവിടെ ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്താൽ മതി, ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കണ്ട. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് ബാക്കി വന്നേക്കുന്ന ഈ 2 ലെയർ ഫാബ്രിക് എടുത്തു. ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ മുകളിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് താഴോട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. എത്രയാണോ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് വേണ്ടത് അത്രയൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5.5 ഇഞ്ചസ് എടുത്തൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്ക് വിഡ്ത്താണ്. 3.5 ഇഞ്ചസ് ആണ് നെക്ക് വിഡ്ത്ത് എടുത്തിരുന്നത്. അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരയ്ക്കാം. റൗണ്ട് നെക്കാണ് നമ്മൾ ഈ ഒരു നൈറ്റിക്ക് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിൽ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടുത്തെ ഷോൾഡർ 7.5 ഇഞ്ചസ് ആണ്. അത് മാർക്ക് ചെയ്ത് എടുത്തു. അപ്പോൾ നോക്കിയ നെക്ക് വിഡ്ത്ത് മുതൽ ഷോൾഡർ വരെ ഉള്ളത് 4 ഇഞ്ചസ് ആണ്. ഇതിൽ എത്രയാണോ യോക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത് അത്രയും മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചസ് ആണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഈ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് ഞാൻ 2 ഇഞ്ചസ് മാത്രമേ മാർക്ക് ചെയ്തോളൂ. വേണമെങ്കിൽ 3 ഇഞ്ചസ് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ നെക്കിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം കൊണ്ട് ഒരു 2.5 ഇഞ്ചും കൂടി ഒന്ന് എടുത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത 3 പോയിൻറ്റ്സും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നെക്കിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ യോക്കിൻ്റെ വീതി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിന്ന് പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഭാഗത്ത് 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 3/4 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ പോയിൻറ്റ് മാർക്ക് ചെയ്തു. വീണ്ടും ഇതേപോലെ വെച്ചിട്ട് 3/4 ഇഞ്ച് എടുത്തൊന്ന് മാർക്ക് ചെയ്യുക. സെയിം പോലെ തന്നെ ഈ സൈഡിലും അതേ അളവിൽ തന്നെ 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് എടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ 2 പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. അങ്ങനെ 2 ലൈനും മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തേക്കുന്ന 2 ലൈൻസ് നമുക്ക് അടുത്ത സൈഡിലും കൂടി ഇതേപോലെ വരണം. അതിന് വേണ്ടിയിട്ട് ഈ 2 ലൈനിൻ്റെ മുകളിൽ കൂടി മെഷീനിൽ ത്രെഡ് ഇടാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലും സെയിം മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് 2 ലൈൻസ് കിട്ടിയിട്ടുണ്ട്.
ഇനി കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നൈറ്റി കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന ഫാബ്രിക്കിൽ നിന്ന് ഇതേപോലെ 2 പീസ് എടുത്തിട്ട് സെൻറ്റർ ഭാഗം കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുവാണ്. ഇനി ഇതിൻ്റെ റോങ് സൈഡിലേക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ റോങ് സൈഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം ഇതേപോലെ ചേർത്ത് വയ്ക്കുക. വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ സൈഡിലും ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം കേട്ടോ. അപ്പം അത്ര എക്സ്ട്രാ ഒന്നിടുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇതൊന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് 1/4 ഇഞ്ച് മാത്രം എക്സ്ട്രാ തയ്യൽ തുമ്പിട്ട് ഇതൊന്ന് ലെവലാക്കി കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ക്യാൻവാസിൽ മാർക്ക് ചെയ്തേക്കുന്ന ലൈൻസിൻ്റെ മുകളിൽ കൂടി മെഷിൽ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം. നേരത്തെ നമ്മൾ മെഷിൽ ത്രെഡ് ഇടാതാണ് സ്റ്റിച്ച് ചെയ്തത്. ഇപ്പോൾ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്യാൻവാസിലെ മാർക്കിംഗ് എല്ലാം നമുക്ക് ആ ഒരു ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തേക്കുന്ന ലൈൻസിൻ്റെ മുകളിൽ കൂടി ഞാൻ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ എക്സ്ട്രാ ഇട്ടേക്കുന്ന ഈ ഒരു 1/4 ഇഞ്ചില്ലേ അതങ്ങ് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടൊന്ന് അയൺ കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോഗ് ഭാഗത്ത് ബയാസ് സ്ട്രിപ്പുകൾ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 ഇഞ്ച് വീതിയുള്ള 2 ബയാസ് സ്ട്രിപ്പുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഈ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ലൈൻ കാണാം. ആ ലൈനിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫാബ്രിക് ജോയിൻ ചെയ്തെടുക്കണേ. ഇനി ഈ ഫാബ്രിക് ഫോൾഡ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ 2ആയിട്ട് മടക്കിയപ്പോൾ സെൻറ്റർ ഭാഗത്തൊരു ലൈൻ വന്നിട്ടുണ്ട്. ആ ലൈനിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ 2 സൈഡിൽ നിന്നും ഒരേപോലെ ഫാബ്രിക് ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടോ, 2 സൈഡിൽ നിന്നും ഫാബ്രിക് ഫോൾഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇതേപോലെ അങ്ങ് മടക്കുക. മടക്കിയതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും വീതിക്കാണ് ആ ഒരു ബയാസ് സ്ട്രിപ്പ് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എഡ്ജ് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുത്താലും മതിയാവേ. അപ്പോൾ വീതി കുറച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ലൈനിൻ്റെ മുകളിലൂടെ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നമ്മൾ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുത്ത ബയാസ് സ്ട്രിപ്പുകൾ ഇതുപോലെ നേരത്തെ നമുക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ കിട്ടിയ ലൈനില്ലേ ആ ലൈനിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ബയാസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് ലൈനിൻ്റെ മുകളിൽ കൂടി തന്നെ ഈ ഒരു ബയാസ് സ്ട്രിപ്പ് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമേ ഒരു സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എഡ്ജിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതേപോലെ എഡ്ജിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ സ്റ്റിച്ച് ലൈനിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ചേക്കുന്ന ബയാസ് സ്ട്രിപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എഡ്ജിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം. ലേസ് വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താലും മതിയാവും. അപ്പോൾ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് മടക്കി വെച്ച് ഒന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം ലേസ് ഇതേപോലെ അടിയിലോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് 2ആയിട്ടങ്ങ് മടക്കുക. മടക്കിയതിന് ശേഷം ഈ സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കാം. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത സമയത്ത് ഞാൻ അറിയാതെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരുമിച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്യുക, ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് നോച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് യോക്ക് പീസ് വെച്ച് കൊടുക്കാം. യോക്ക് പീസ് വെച്ച് കൊടുക്കുന്നത് ഇതേപോലെ തിരിച്ചാണ്. അതായത് 2 റോങ് സൈഡ് മുകളിലോട്ട് ഫേസ് ചെയ്ത് വരണം. കണ്ടോ, അതായത് നല്ല വശം താഴത്തെ പീസിൻ്റെ റോങ് സൈഡുമായിട്ട് വേണം ചേർത്ത് വയ്ക്കാൻ. വെച്ചിട്ട് ആദ്യം സെൻറ്ററും കൂടി ചേർത്തൊരു സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ അങ്ങ് തിരിച്ചിടണം. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് 1/4 ഇഞ്ച് മാത്രം എക്സ്ട്രാ തയ്യൽ തുമ്പിട്ടിട്ട് ബാക്കിയുള്ള ഫാബ്രിക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം.
കട്ട് ചെയ്തെടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ ത്രെഡ് കട്ടാകാതെ ഇതേപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അറ്റാച്ച് ചെയ്തേക്കുന്ന യോക്ക് പീസിനെ നല്ല വശത്തേക്ക് അങ്ങ് മറിച്ചെടുക്കാം. ഇതേപോലെ നല്ല വശം എടുത്തു. എന്നിട്ട് ഈ യോക്ക് പീസിനെ ഇതേപോലെ അങ്ങ് തിരിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെക്കിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ഭാഗത്ത് പൈപ്പിങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് അങ്ങ് അയൺ കൂടി ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസ് ഇങ്ങനെ അങ്ങ് പൊങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത സമയത്ത് അവിടെ ഒരു സ്റ്റിച്ച് ലൈൻ വന്നിട്ടുണ്ട്. ആ ലൈൻ്റെ മുകളിൽ കൂടി നിന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തു. അതേപോലെ നെക്കിൻ്റെ ഭാഗത്തും കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം. ഇനി ബാക്ക് നെക്കാണ് ഫിനിഷ് ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയാസ് സ്ട്രിപ്പുകൾ കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഭാഗം കൊണ്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നല്ല വശത്തേക്ക് നെക്കിൻ്റെ ഭാഗത്തൊന്ന് വെച്ച് കൊടുത്തിട്ട് 1/4 ഇഞ്ച് വീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പ് വലതുവശത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മറിക്കുക ഫാബ്രിക്കിന്. എന്നിട്ട് ആ അറ്റാച്ച് ചെയ്ത ഫാബ്രിക്കിൻ്റെ മുകളിൽ കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫൈനൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട, ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയാവേ. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കാം. ഷോൾഡർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ മുകളിലോട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ എഡ്ജിനെ ഇതേപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് പിടിക്കുക. കണ്ടോ, ഈ ഒരു തുമ്പിനെ ഇങ്ങനെ അങ്ങോട്ട് മറിക്കുക. മറിച്ചതിന് ശേഷം 1/4 ഇഞ്ച് വീതിക്ക് 2 വെട്ട സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം പോലെ തന്നെ ഈ സൈഡിലും. അപ്പോൾ ആ ഒരു എഡ്ജൊക്കെ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പം ഞാൻ ഇതേപോലെ ഷോൾഡർ ഫിനിഷ് ചെയ്തെടുത്തു. എന്നിട്ട് വേണം ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി സ്ലീവ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഫ്രണ്ട് കൈക്കുഴിയും കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് സ്ലീവിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെൻറ്റർ കറക്റ്റായിട്ട് വെക്കണം. അപ്പം രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വേണം ചേർത്ത് വയ്ക്കാൻ. ഇതേപോലെ നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗം കൊണ്ട് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഞാൻ സ്ലീവിലും കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡും ഫിനിഷ് ചെയ്യുക. അതേപോലെ താഴ്വശവും മടക്കി അടിക്കുക. അപ്പോൾ ആദ്യമേ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് കൂടി മാറ്റിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിക്ക് 2 ഇഞ്ചോളം ലൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വണ്ണം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ആവശ്യം പോലെ ഫാബ്രിക് നമുക്ക് സൈഡിൽ കിട്ടുവേ. അപ്പോൾ ഇതേപോലെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണേ. ഇനി താഴ്വശം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമേ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അടുത്ത 1/2 ഇഞ്ചും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ. ഇനി നമുക്കത് 2 ബട്ടൺസും കൂടി വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ യോക്ക് പീസിൽ വെച്ച് കൊടുത്തേക്കുന്ന ബയാസ് സ്ട്രിപ്പിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ആ നൈറ്റിക്ക് ചേരുന്ന 2 ബട്ടൺസും കൂടി വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നൈറ്റി ബിറ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തത് ശൈലജ ബിറ്റാണ്. 145 രൂപ വിലയായിരുന്നു ഈ ഒരു നൈറ്റി ബിറ്റിന്. അപ്പോൾ 145 രൂപ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ടുള്ളൊരു നൈറ്റ് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയം മാത്രം മതി കേട്ടോ ഈ ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരു 1/2 മണിക്കൂർ കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതേപോലെ സിമ്പിളായിട്ടുള്ള നൈറ്റിയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അല്പം തിരക്കായതുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ താമസിക്കാതെ തന്നെ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.